ഇഗ്വാനകൾ മുട്ടയിട്ടാൽ മുട്ട എന്ത് ചെയ്യണമെന്ന് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട്. ഇതുണ്ടോ, നമ്മുടെ ഒരു ഇഗ്വാന ആദ്യത്തെ മുട്ടയാണ്, 2.5 വയസ്സുള്ള ഒരു ആദ്യത്തെ മുട്ടയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 15 മുട്ടകളുണ്ട്, കൊച്ചു ഇഗ്വാനയാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ മുട്ട എടുത്ത് കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ കണ്ട് ഇതുകൊണ്ടൊക്കെ ഒരു ബോക്സ് സെറ്റ് ചെയ്യുക. ഈ ബോക്സിനകത്ത് കണ്ടൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെർമിക്റ്റേൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ചെടി കടയിലും വളക്കടയിലൊക്കെ അവൈലബിൾ ആണ്. അതുകൂടാതെ മാർക്കറ്റിൽ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമ്മൾ ഈ ഇട്ടിരിക്കുന്ന വെർമിക്റ്റേലിൻ്റെ സ്വല്പം മുകളിലായിട്ട് 1, 2, 3, 4 ഹോൾ ഇടുക. അതിന് ശേഷം മുട്ടയിൽ ലൈറ്റായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുക്കുക. ഒരു 30 ഡിഗ്രിയിലാണ് ഇഗ്വാനയുടെ മുട്ടകൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം നനയ്ക്കേണ്ട, ലൈറ്റായിട്ട് നനച്ചു കൊടുക്കുക. അതുകൊണ്ട് മെറ്റീരിയൽ ഉണ്ടോ, ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇതുണ്ട്, നല്ല തിളക്കമൊക്കെ ഉണ്ട്, ഒരു ഗോൾഡിഷ് എഫക്റ്റൊക്കെ ഉള്ള. അപ്പം ഈ വെർമിക്റ്റേൽ ലൈറ്റായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഹാച്ച് ചെയ്യാനുള്ള ഇപ്പോൾ നോർമലി മുട്ട വിരിക്കുന്ന രീതിയാണ്, പിന്നെ ഇൻക്യുബേറ്റർ സിസ്റ്റം ഉണ്ട്. അത് അടുത്ത് നമ്മൾ മുട്ടകൾ ആ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ അതിൻ്റെ മുട്ടയുടെ ഒരു 25% അതിനകത്ത് പ്രസ് ആവുന്ന രീതിയിൽ മുട്ട വെച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് താക്കണ്ട, ഇങ്ങനെ വെച്ച് കൊടുക്കുക. വേണ്ട, ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലർക്കൊക്കെ അറിയാം. അപ്പം ഇഗ്വാനയുടെ മുട്ട ഇട്ടിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ല, അപ്പോൾ 1, 2, 3, 4, 8, 12, 15 മുട്ടയാണ് നമ്മുടെ ഇഗ്വാന ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മുട്ട നമ്മൾ ദാണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം അടയ്ക്കുക. 30 ഡിഗ്രി ടെമ്പറേച്ചറാണ് മുട്ട വിരിയാനുള്ളത്. പിന്നെ നമുക്കൊരു 65 മുതൽ 90 ഡേയ്സിനകത്താണ് മുട്ട വിരിയുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം മുട്ട ഒരുപാട് ഹീറ്റ് അല്ലാത്ത ടെമ്പറേച്ചറിൽ നമ്മുടെ വീടിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ വെക്കുന്നതായിരിക്കും കംഫർട്ട്. കൂളിംഗ് പ്ലേസ് ഉള്ളിടത്ത് വെക്കാം, ഒരുപാടൊന്ന് ചൂടടിക്കുന്നിടത്ത് വെക്കാൻ പാടില്ല. എന്നിട്ടൊരു 4-5 ദിവസം കൂടിയിരിക്കുമ്പോൾ ലൈറ്റായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം, ഒരു ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്ത് കൊടുത്ത് ഒരു 3-4 ആഴ്ച കഴിയുമ്പോഴേ നമുക്ക് മുട്ടയ്ക്കകത്ത് റിസൾട്ട് അറിയാൻ പറ്റും. എഗ്ഗിനകത്ത് നരമ്പ് അറിയാൻ പറ്റും. ജസ്റ്റ് നൈറ്റ് എഗ്ഗ് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു ഇഗ്വാനയാണ്, ഫസ്റ്റ് എഗ്ഗിങ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും മുട്ട. സാധാരണ 30-35 മുട്ടയൊക്കെയാണ് വലിയ ഇഗ്വാനകൾ ഇടുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള നല്ല ഇൻഫർമേഷനാണ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതാരെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.